ഭീമ ജുവൽസ് മനസ്സിലൊരു മഴവില്ലിൽ ഇന്ന് നമ്മളുടെ കൂടെ ഒരു രാജാവും ഒരു റാണിയും, നമുക്കൊക്കെ വളരെ ഇഷ്ടമുള്ള രാജാ സാഹിബും ഭാര്യ റാണിയും മക്കളും ഉണ്ട്. മോന്റെ പേരെന്താ? സിദ്ദിഖ്. സിദ്ദിഖ്. മോളുടെ? ഷഹനാസ്. ഷഹനാസ് എന്തില് പഠിക്കുന്നു? സൗന്ദര്യത്തിന്റെ ആണോ? ഭയങ്കര കോൺഷ്യസ് ആണ് സൗന്ദര്യവർദ്ധൻ. അത് ശരി. സ്വന്തമായിട്ട് ഒരുപാട് ഡിസൈനിങ് ഒക്കെ ചെയ്തു വെക്കും ആള്. അതാണോ ഇഷ്ടമുള്ള പ്രൊഫഷൻ? ഡിസൈനർ ആവണമെന്നാണോ? അല്ലേ? പിന്നെ സ്വന്തം അവനവന്റെ ഡ്രസ് മാത്രം? ഡിസൈനർ ഡോക്ടർ ആവണമെന്നാണ്. അതൊരു ഡി ഉണ്ട്. ഡി ഫോർ ഡിസൈനർ, ഡി ഫോർ ഡോക്ടർ. അല്ലേ? ഡി ആണ്. രണ്ടുണ്ട്. ഈ ഇങ്ങനെ കസേര നിറഞ്ഞിരിക്കുന്ന അച്ഛനമ്മമാരുടെ ഇടയില് ആദ്യത്തെ ആയിരിക്കും ഇത്. ആദ്യത്തെ സംഭവമായിരിക്കും അല്ലേ ഇവിടെ വന്നതില്? കസേര ഇപ്പോഴാണ് പൂർണ്ണമായും ഉൾക്കൊണ്ടത് അല്ലേ? ഞങ്ങളൊരു കസേര ഇട്ടത് പൂർണ്ണമായിട്ട് പ്രയോജനപ്പെട്ട് ഞങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. എവിടെയാ റേഷൻ? ഇത് കേട്ടും എടുത്തതാ. ആണോ? എന്നാ വീട്ടേക്ക് ചോദിക്കുന്നില്ല. ഇപ്പൊ ഞങ്ങള് എന്താ പറയാ, ആലുവയിലാണ് താമസം. മോൻ എന്തിനു പഠിക്കുന്നു? എന്താ പഠിക്കുന്നത്? സെവൻത്തില്. ഓക്കെ. വേറെ എന്തൊക്കെയുണ്ട് ഹോബിയൊക്കെ? എന്താവണം ഫ്യൂച്ചറില്? ഡോക്ടർ. ഓ, 2 ഡോക്ടർമാരല്ലേ വീട്ടിൽ വരാൻ പോണ? എന്ത് വേണം? ഡോക്ടർ എന്ന് പറഞ്ഞാൽ വെറുതെ പറ്റുമോ? എന്റെ കാശിന്റെ കാര്യം ഓർക്കുമ്പോഴേ അതൊക്കെ സ്കോളർഷിപ്പിൽ പഠിച്ചോളൂ. അതെ, എടുത്ത് തന്നാ മതി. അങ്ങനെയാണെങ്കിലേ ഡോക്ടർ ആകാവൂ. അച്ഛനെ കൊണ്ട് കാശ് ചെലവ് ചെയ്യിപ്പിക്കില്ലാന്ന് ഉറപ്പ് വരുത്തണം. ദൃഢപ്രതിജ്ഞ എടുക്കണം കേട്ടോ, മെറിറ്റില്. ഓക്കെ. എന്തോ അതല്ലാതെ വേറെന്തൊക്കെയോ ഇഷ്ടം? ക്രിക്കറ്റ്. ഓക്കെ. പാട്ടൊക്കെ പാടുവോ അതോ പാടുപെടുവോ? ഞാനോ? അച്ഛന്റെ വേറെ എന്തെങ്കിലുമൊക്കെ ടാലന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? ഇല്ലേ? താല്പര്യമില്ലേ ആ ഇൻഡസ്ട്രിയിലോട്ട്? ഇഷ്ടല്ല? അഭിനയം ഇഷ്ടല്ല? മിമിക്രി ഇഷ്ടല്ല? അപ്പൊ അച്ഛന്റെ പ്രോഗ്രാംസ് കാണുന്നത് ഇഷ്ടമാണോ? സത്യമായിട്ട് പറ. ഇഷ്ടമാണ്. അച്ഛനെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടോ? അച്ഛൻ ചെയ്യുന്നത് ശരിയല്ല അല്ലെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ പറയാറുണ്ടോ? ചിലതൊക്കെ പറയാറുണ്ട്. അതെ. അച്ഛൻ ആരെ? ഞാൻ ഇപ്പൊ ഈ ഇടയ്ക്ക് സ്കൂളില് മറ്റേ കളമശ്ശേരി രാജഗിരി സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പൊ അവിടെ ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പൊ മിസ് ഒരു ഡാൻസ്, അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, ആ പാട്ട് അവര് മിസ് കമ്പോസ് ചെയ്ത് വിട്ടിട്ട് പറഞ്ഞു ഇവരെ ഒരു തരത്തിലും അങ്ങോട്ട് മേയ്ക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മിസ് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി കൊടുത്തു വിടണമെന്ന്. ഇങ്ങനെ കുറെ സ്റ്റെപ്പൊക്കെ ചെയ്തു കൊടുത്ത് ഭയങ്കര അപ്രിസിയേഷൻ ആയിരുന്നു അവിടെ. നല്ല രീതിയിൽ ആ പാട്ട് ഒന്നാമത് നല്ല ഭയങ്കര ഹിറ്റ് പാട്ടായിരുന്നു. അപ്പം ഇയാളെ കൊണ്ട് ആമിന താത്തയുടെ വേഷത്തില് അപ്പങ്ങളൊക്കെ ചുട്ട് എന്തായാലും ആൾക്കാരുടെ ഇടയിൽ നല്ലൊരു 2 പ്രാവശ്യം കളിപ്പിച്ച്. ആദ്യത്തെ ഒരു സ്കൂൾ മത്സരത്തിന് ഫസ്റ്റ് കിട്ടി അല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാണ് ഇയാള് ആക്ടിവിറ്റീസിന് പറഞ്ഞ പോലെ അങ്ങനെ അങ്ങോട്ട് കൂടുതൽ ഇംപ്രസ്ഡ് അല്ല. ഇപ്പം ആക്ടിങ്ങിനാണെങ്കിലും ഇപ്പൊ ഞാൻ ജോൺസ് കുടയുടെ പരസ്യത്തിനകത്ത് മോനായിരുന്നു അതിന്റെ മോഡലായിട്ട് വന്ന. ആ തരുണിയില്ലേ, മരിച്ചുപോയ തരുണിയും മോനും ആയിരുന്നു അതിനകത്ത് മെയിൻ ഇത് ചെയ്തത്. അപ്പോ അതിനെ കമ്പൽ ചെയ്താണ് നമ്മൾ ഇവനെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ളത് ഉള്ളിലുണ്ട്. പക്ഷെ ആൾക്കാരിന് കുറച്ചുകൂടെ ഒന്ന് വേറൊരു രീതിയിൽ ഒന്ന് ഡെവലപ്പ് ചെയ്ത് വരണം എന്നുള്ളതാണ്. ഞാനിപ്പോ അങ്ങനെ എന്നെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഡാഡി എന്നെ പ്രൊമോട്ട് ചെയ്തത്. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട എന്റെ ഒരു ലക്ഷ്യം എന്താണെന്നുള്ളത് പുള്ളി മനസ്സിലാക്കിയിട്ട് പുള്ളി എന്നെ പ്രൊമോട്ട് ചെയ്യായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. അല്ലാതെ മറ്റു ചില അച്ഛന്മാരെ ഡോക്ടറായിരുന്നു. പുള്ളിക്ക് എന്നെ വേറൊരു രീതിയിൽ ഡോക്ടറാക്കണം എന്നൊക്കെയുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ഒരു മനസ്സിൽ മൊത്തം ഈ മഴവില്ല് പോലെ ഇതായിരുന്നു, കലാപരമായിട്ടുള്ള. അതെ, ആ കലയുടെ വർണ്ണങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇത് ചെയ്തില്ല. പിന്നെ എന്ത് ചെയ്താലും ചിത്രം വരയ്ക്കുമായിരുന്നു. അങ്ങനെ വരച്ചിട്ട് ലാൽ പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പുതിയ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഓരോന്നും പരീക്ഷിച്ചു, നിരീക്ഷിച്ചു. ഫിഗറുകൾ ലാൽ പ്രോഗ്രാം എന്ന് പറയുമ്പോ അത് ലാലേട്ടന്റെ പാട്ടുകള്, രാമായണക്കാറ്റെ കസ്തൂരി, എന്റെ കസ്തൂരി. 90s അതൊക്കെ ഞാൻ ചെയ്തത്.
94 പക്ഷെ അപ്പൊ അന്ന് ടെലിവിഷൻ അത്രയും എസ്റ്റാബ്ലിഷ്ഡ് അല്ല. അപ്പൊ സ്റ്റേജിൽ ഞാൻ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള യുവചേതന ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞ ക്ലബ്ബിലൊക്കെ ആയിരുന്നു ഞങ്ങള്. ഡാഡിയൊക്കെ പണ്ടത്തെ അവിടുത്തെ മെമ്പേഴ്സ് ഒക്കെ ആയിരുന്നു. അങ്ങനെ അവിടെ ആ ഒരു ക്ലബ്ബിലൊക്കെ ചുമ്മാ തട്ടിക്കൂട്ടി ഞങ്ങൾ ചെയ്തു തുടങ്ങിയതാണ്. അല്ല, അച്ഛനപ്പോ ഇങ്ങനെ ഒരു നാച്ചുറലി അച്ഛനൊരു ആയുർവേദ ഡോക്ടർ ആയിരിക്കുമ്പോ മകൻ അതുപോലൊരു മേഖലയിലേക്ക് വരണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിലും ഇതാണ് ലൈൻ എന്ന് മനസ്സിലാകുമ്പോ ഇരുന്ന് ഉപദേശിച്ചിട്ടുണ്ടോ മോനെ ഇതിന്റെ ഒരുപാട് ഞാൻ നമ്മുടെ കൊല്ലത്ത് ഇൻഫന്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ബോയ്സ് ഹൈസ്കൂൾ എന്ന് പറഞ്ഞ ഒരു ആംഗ്ലോ ഇന്ത്യൻ സ്കൂളാണ് പഠിച്ചത്. അപ്പൊ അവിടെ പഠിക്കാൻ മടിയായതുകൊണ്ട് തന്നെ ബോർഡിങ്ങിലാക്കിയത്. അപ്പോൾ അവിടെ മിസ് ഫെമീന മോറിസിന്റെ ബോർഡിങ്ങിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ അന്ന് തൊട്ട് എന്റെ മനസ്സിൽ ഇതിനേക്കാൾ കൂടുതലും ഈ പറഞ്ഞ കലാപരമായിട്ട് എങ്ങനെ ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഞാൻ മിസ്സിന്റെ പടം വരച്ചു വെക്കുക. അങ്ങനെ മിസ്സിനെ പടം വരച്ചു വെച്ചാൽ എന്നെ പുറത്താക്കി. അതെങ്ങനെ അങ്ങനെ ഒരു ടേസ്റ്റ് വരാനുള്ള വീട്ടിൽ അങ്ങനെ ആരും കലാപരമായിട്ടൊരു ബന്ധമുള്ളവരില്ല. പിന്നെ എങ്ങനെയാ അതങ്ങനെ വന്നത്? കാരണം അന്ന് മീഡിയ അത്രയും വളർന്നിട്ടൊന്നുമില്ല. ഇല്ല. ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഫാദറിനൊക്കെ ഉണ്ടായിരിക്കും, മനസ്സിലുണ്ടായിരിക്കും. പക്ഷെ അവർക്ക് പുറത്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിലൂടെ അത് ഇപ്പൊ ഞാൻ എന്റെ മകന് ഞാൻ കളിക്കാൻ ആഗ്രഹിച്ച കളിപ്പാട്ടങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറിയ മോട്ടോർ വെച്ച് ഓടിക്കുന്ന കാറ് ഞാൻ പണ്ട് ആഗ്രഹിച്ചു, എനിക്ക് കിട്ടാത്തതുകൊണ്ട് മോന് മേടിച്ചു കൊടുത്തു. അങ്ങനെ നമ്മളുടെ മനസ്സിൽ ഈ തോന്നുന്ന കാര്യങ്ങള്. അപ്പൊ എന്റെ ഫാദർ അതായിരിക്കും എന്നെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അല്ലേ? വേറെ എന്ത് ചെയ്യുന്നു? വെറുതെ വീട്ടിലിരിക്കുകയാണോ? വെറുതെ ഇരിക്കുകയാണോ? അല്ല, കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ പോകുന്നു. ഇത്രേ ഉണ്ടോ കാര്യങ്ങൾ ഇവരുടെയൊക്കെ നോക്കി? എന്തൊക്കെ നോക്കും? കുക്കിംഗ് ആയിരിക്കും മെയിൻലി നോക്കുന്നത്. കുക്കിംഗ് തന്നെ ഒരു വലിയ ജോലിയാണോ? പാചകറാണിയാണ്. അതെ. എങ്ങനെ കറക്റ്റ് ഈ പേര് വന്നത്? ഈ രാജയ്ക്കൊപ്പം ചേരുന്ന റാണി. അത് ഞങ്ങൾ ആദ്യം ഡാഡി എനിക്ക് തന്നെയാണോ ഒഫീഷ്യൽ നെയിം? സുനിത. എന്റെ ഒഫീഷ്യൽ നെയിം സുഹൈബ് എന്നാണ്. അതിലും മാച്ചിങ് ആണ്. എഴുതി വെച്ചിരിക്കല്ലേ? അതെ. എങ്ങനെയാന്ന് എനിക്ക് തന്നെ അറിയാൻ വയ്യ. ഈ എന്താ പറയാ, പ്രണയത്തിന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ പ്രണയിച്ചാണോ വിവാഹം കഴിച്ചത്? ഇല്ല, ഞങ്ങള് ആഫ്റ്റർ ദി മാരേജ് പ്രണയമായിരുന്നു. പിന്നെ ഈ നമ്മള് നിശ്ചയം കഴിഞ്ഞ ശേഷം പ്രണയിച്ച് നോക്കി ശരിയാവുമെന്ന് അറിയാൻ വേണ്ടിട്ട് 6 മാസം അല്ലേ? ശരിയായില്ലേ? അപ്പോഴേ ശരിയായപ്പോഴാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്തത്. എങ്ങനെയാണ്? മുറപ്പെണ്ണോ അങ്ങനെ വല്ല ആണോ? മുറപ്പെണ്ണ ഡാഡിയുടെ മോളാണ്. ഓ, അത് ശരി. നിങ്ങളുടെ മിക്കവാറും എല്ലാരും ഈ ബന്ധങ്ങളൊക്കെ തന്നെയായിരിക്കും അല്ലേ? മുസ്ലിംസിൽ വളരെ അപൂർവമായിരിക്കും പുറത്തുനിന്ന് വരുന്നത് അല്ലേ? അപ്പൊ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ ഒരുമിച്ചല്ലേ കളിച്ചു വളർന്നത്. കുട്ടിക്കാലത്ത് എന്റെ സിസ്റ്റർ ഇവരും എന്റെ മൂത്ത സിസ്റ്റർ ഇവരെല്ലാരും ഒരുമിച്ച് കല്യാണത്തിന് നിന്നിട്ട് ഇതിൽ ഏതാണ് പെണ്ണ് ഏതാണ് ചെറുക്കനെന്ന് അറിയാൻ വയ്യ. എല്ലാരും ഒരുപോലെ മുഖം, മംഗോളിയൻസ് വന്നിറങ്ങിയതുപോലെ. എല്ലാരും മുഖം എല്ലാം ഒരേപോലെ ഇരിക്കും. ഫോട്ടോഗ്രാഫർ ഇതിൽ ആരാ ചെറുക്കൻ ആരാ പെണ്ണെന്നൊക്കെ ഇങ്ങനെ ഫോക്കസ് ചെയ്യാനായിട്ട് ക്യാമറ വെച്ച് ഇങ്ങനെ പാൻ ചെയ്യായിരുന്നു. അപ്പൊ ഇവരുടെ വീട്ടിലൊന്നും, നിങ്ങളുടെ വീട്ടിലങ്ങനെ ഈ ഫിലിം ഇൻഡസ്ട്രി അങ്ങനെ ഒബ്ജക്ഷൻ അങ്ങനെ ഒന്നുമില്ല? എല്ലാവരും ഫുൾ സപ്പോർട്ടാ അല്ലേ? അപ്പൊ ശരിക്കും ഫാമിലിയിൽ എതിർപ്പുള്ള ആരുമില്ല? എതിർപ്പുള്ളത് ശരിക്കും ആരുമില്ല. ശരിയാണ്. ആരെങ്കിലും ഉണ്ടോന്ന് പറയൂ. എന്തൊക്കെ ചെയ്യും വീട്ടില്? കുക്കിംഗ് അതല്ലാതെ പല വെറൈറ്റീസ് ബിരിയാണി വയ്ക്കും. ഞാൻ വരട്ടെ? തീർച്ചയായിട്ടും. ഏത്? കോഴിക്കോടൻ ബിരിയാണി, മലപ്പുറം ബിരിയാണി. വെറുതെ പറയരുത്, വരണം. കുക്കിംഗ് ആണ്. അപ്പം പിന്നെ ഇവരുടെ കാര്യം കുട്ടികളെ സ്കൂളിൽ വിടാൻ രാവിലെ ഞങ്ങൾ മാത്രല്ലേ കാണാം. ഇവര് ഷൂട്ടിംഗ് അത് കഴിഞ്ഞ ആള് ഫ്രീ ആണ്. പിന്നെ ഈ TV കാണല് തന്നെ ആളിന് ചേച്ചിയുടെ പ്രോഗ്രാം ഞാൻ കാണും. അത്ര ഈ പറഞ്ഞ പോലെ ഫുള്ളി എൻഗേജ്ഡ് ആയിട്ട് TV കാണലില്ല. ഇല്ല. ചേച്ചിയുടെ പ്രോഗ്രാം കാണും. ഇഷ്ടമല്ല മുടിയൊക്കെ ഇഷ്ടം. സന്തോഷം. പിന്നെ എപ്പോഴും ചിരിയാണ് ആളുടെ ഒരു മെയിൻ ഒരു ഹോബി എന്ന് പറയാൻ. എന്ത് പറഞ്ഞാലും ചിരിക്കും. നമ്മള് ഫോൺ എടുത്തു കഴിഞ്ഞാല് നമ്മുടെ സുഹൃത്തുക്കള് എല്ലാരും വിളിച്ചു കഴിഞ്ഞാല് ആദ്യം ഇതാരാ ചിരിച്ചിട്ട് റാണി ഫോൺ എടുത്ത് ഇനിയിപ്പോ 10 മിനിറ്റ് ചിരി കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാന്ന് പറയും. അതുപോലെ ഞാൻ എന്തെങ്കിലും ചെയ്താലും അതുപോലെ തന്നെ
ദേഷ്യം ഇപ്പോഴിടയ്ക്കായിട്ട് ദേഷ്യമുണ്ട്. കുട്ടികളിലത്തൊക്കെ ദേഷ്യപ്പെടും. അത്രേ ഉള്ളൂ. ദേഷ്യപ്പെടും. എന്തിനാ ദേഷ്യപ്പെടുന്നത്? പറഞ്ഞാൽ കേൾക്കത്തില്ല. ഒരു കാര്യം പറഞ്ഞ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. ശ്രദ്ധിക്കത്തില്ല. TV കണ്ടാ TV നോക്കിക്കൊണ്ടേയിരിക്കും. പറയാന്ന് പറഞ്ഞു കൊണ്ടുവന്ന സത്യം പറയണ്ടേ ചേച്ചി? പിന്നെ ഇവിടെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, സത്യം മാത്രമേ ബോധിക്കൂ. ആദ്യം എങ്ങനെ സത്യം പറയുകയാണെങ്കിൽ മൊത്തം കള്ളത്തരമായിരിക്കും. ഇവിടെ വന്നിട്ട് പറയുന്നു, കോടതിയിലൊക്കെ വന്ന് എന്തെല്ലാം പറയുന്നത് സത്യം മാത്രമേ പറയുന്നു പറഞ്ഞിട്ട് കള്ളത്തരം മാത്രമല്ലേ പറയുന്നുള്ളവര്. കോടതി കേൾക്കണ്ടോ? ഇനി അതിന് ശിക്ഷിക്കും നമ്മൾ. പിന്നെ അത് ശരി. അപ്പൊ പറഞ്ഞ അനുസരിക്കത്തില്ല. പറഞ്ഞാ കേക്കും, അനുസരിക്കത്തില്ലെന്ന്. എന്താ ഈ പറയുന്നത്? എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ, വലിയ സംഭവങ്ങളൊന്നുമില്ല. ഈ അഭിനയിക്കുന്ന കാര്യമൊക്കെ തമ്മിൽ തമ്മിൽ ചർച്ച ചെയ്യും ആണോ? ഉദ്ദേശിക്കുന്ന രീതിയിൽ സിനിമയിലൊരു വലിയ ആളായി വരുന്നില്ല, അല്ലെങ്കിൽ വരാൻ താമസിക്കുന്നു, അങ്ങനെ സങ്കടം ഉണ്ടോ? എന്നുവെച്ചാൽ ഇത്രയും ടാലന്റഡ് ആയ ഒരാളായിട്ട് പോലും അല്ലേ? അതെന്തുകൊണ്ടാണെന്ന് തമ്മിൽ ചർച്ച ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ് തമ്മിൽ ചർച്ച ചെയ്യുകയും അതുപോലെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് എപ്പോഴും. നമ്മള് ഈ പറഞ്ഞ പോലെ നമ്മുടെ സുഹൃത്തുക്കള്, ഞാൻ ഇപ്പം കൊല്ലത്തുനിന്ന് എറണാകുളത്തോട്ട് ഷിഫ്റ്റ് ചെയ്തായിരുന്നു. അപ്പൊ അവർ സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയപ്പോഴാണ് നമ്മുടെ രായ്ച്ചാനും നമ്മുടെ ഡയറക്ടർ ഫാസിൽ കാട്ടിങ്കൽ പുള്ളി, പിന്നെ അതുപോലെ നമ്മുടെ ബെൻസിന്ന് നമ്മുടെ സുഹൃത്തുക്കൾ, ഇവരെല്ലാവരും കൂടെ പറഞ്ഞു എറണാകുളത്ത് സെറ്റിലായാൽ കുറെ കൂടെ നമ്മുടെ വളർച്ച ഈസി ആവും. കാര്യം അടുത്തുണ്ടാകുമ്പോഴത്തേക്ക് വളരെ ഇതായിരിക്കും, എളുപ്പമായിരിക്കും, ആൾക്കാരെ വിളിക്കാൻ മടിക്കത്തില്ല എന്നുള്ള രീതിയിൽ ആ ഒരു ലോക്കൽ ഇതില് സെറ്റിൽമെന്റ് ആവാന്നുള്ളൊരു തീരുമാനമെടുത്തു. ഇപ്പൊ അതിനുശേഷം ഇപ്പൊ 1 വർഷമായി, 1.5 വർഷമായി ഇപ്പൊ ഞങ്ങൾ അവിടെ. അതിനുശേഷമാണോ അങ്ങോട്ട് താമസം? എറണാകുളത്താണ്, ആലുവയില്. അപ്പൊ എന്റെ സുഹൃത്തുക്കൾ ടിനി ടോം എല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ ടിനി, ഞാൻ വന്നതിന് ശേഷം ടിനിക്ക് നല്ലൊരു വളർച്ച അവിടെ ഉണ്ടായി. ടിനിയും അതുപോലെ നമ്മുടെ ബിജുക്കുട്ടൻ, ബക്രു, ഞങ്ങളെല്ലാരും ഒരു ടീമായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഒരു ബാച്ചിൽ ഈ ഓരോരുത്തർ ഇങ്ങനെ വളർന്നു വരുന്നോണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വെയിറ്റിംഗ് ഫോർ ദാറ്റ് ടൈം ആണ്. കുറേ കാലം ഈ ഗൾഫ് കൺട്രീസിലായിരുന്നു അല്ലേ? ഇല്ല, പ്രോഗ്രാമിന് പോകത്തുള്ളൂ, ഞാൻ നിന്നിട്ടില്ല. ആണോ? ഏറ്റവും കൂടുതൽ അവിടെ പോയിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അയ്യോ, അങ്ങനെയൊന്നുമില്ല. അപ്പൊ 5 പാസ്പോർട്ടായി എന്ന് മാത്രം. പ്രോഗ്രാംസുകൾ കുറെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ പോയി വന്നും അങ്ങനെ നിൽക്കുക. ഇപ്പൊ ഷാർജയിൽ പോയായിരുന്നു, KTK എന്ന് പറഞ്ഞൊരു സംഘടനയുടെ പ്രോഗ്രാം. ഇങ്ങനെ ഇടയ്ക്കൊക്കെ വിദേശ രാജ്യങ്ങൾ, ഇപ്പൊ ഗൾഫിൽ പ്രോഗ്രാം കുറവാണ് പൊതുവെ. രാജാ സാഹിബ് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള ഇന്നസെന്റ് ഏട്ടനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ്. അതല്ലാതെ പിന്നെ ആരെയാ കുറെ കൂടെ നമുക്ക് കംഫർട്ടബിൾ എന്ന് തോന്നുന്നു? ഞാൻ ഓരോ ക്യാരക്ടേഴ്സിന് എല്ലാ സ്റ്റാർസിനെ ഒന്നും ചെയ്യാറില്ലല്ലോ. ചെയ്യാന്ന് വെച്ചാൽ എല്ലാരും ഇല്ല. ഞാൻ ചെയ്യുന്നത് എനിക്ക് കംഫർട്ടായിട്ടും എനിക്ക് ഫിഗർ ആപ്റ്റ് ആണെന്ന് തോന്നുന്നതാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളിവിടെ കൈരളി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ജഗബൊഗ എന്ന് പറഞ്ഞൊരു സീരിയലാണ് ഞങ്ങൾ ആദ്യമായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഞാൻ ഇന്നസെന്റ്, ജയൻ, മൻസൂർ അലിഖാൻ, AR റഹ്മാൻ. ശരിയാ, മൻസൂർ അലിഖാൻ. അതെ, AR റഹ്മാൻ, ഇതൊക്കെ നമ്മുടെ സ്വന്തം കണ്ടുപിടുത്തങ്ങളിലൂടെ ചെയ്ത സംഭവങ്ങളാണ്. അങ്ങനെ ഫസ്റ്റ് സിനിമ തന്നെ നമ്മുടെ നശ്വരനായ ജയനെ അവതരിപ്പിച്ചുകൊണ്ട് അപരന്മാർ നഗരത്തിൽ എന്ന് പറഞ്ഞ സിനിമയിലാണ് എൻട്രി കിട്ടുന്നത്. നിസാർക്ക് ഡയറക്ടർ 11 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ്. മലയാള സിനിമയിൽ ആദ്യമായിട്ടായിരുന്നു അങ്ങനെ. അത് 10-70 ദിവസം ഓടിയ സിനിമ. അതിനകത്ത് കഥയൊക്കെ ഈ പറഞ്ഞ പോലെ നല്ലൊരു ത്രെഡായിരുന്നു. കഥയൊന്നും ഇല്ലായിരുന്നെങ്കിൽ നല്ല ത്രെഡായിരുന്നു. നിസാർക്കായ്ക്ക് ശരിക്കും അതൊരു റീ എൻട്രി പോലായിരുന്നു ആ സിനിമ. എത്ര സിനിമ ഇപ്പൊ അഭിനയിച്ചു? ഒരുപാടൊന്നുമില്ല, ഒരു 9 സിനിമയിൽ. 9-10 സിനിമയിൽ പുറത്തായിരുന്നു. ഇപ്പൊ ഒരു 4 സിനിമ ചെയ്തിട്ട് നിൽക്കുകയാണ് ഇപ്പൊ ഇപ്പോഴ്. എൻട്രി എന്ന് പറഞ്ഞ സിനിമ രഞ്ജിനി ഹരിദാസ് അഭിനയിച്ച പോലീസ് ഓഫീസറായിട്ട്. അതിനകത്ത് ഞാൻ മഹാരാജാസ് കോളേജിന്റെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള ക്യാരക്ടർ. പിന്നെ അതിനുശേഷം സ്ഥലം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തായിരുന്നു. പിന്നെ ഇതൊക്കെ ഇപ്പൊ റിലീസ് ആവാനായിട്ടുള്ള സിനിമയാണ്. പിന്നെ ഒരു തമിഴ് ഫിലിം കാതലൻ യാരടി എന്ന് പറഞ്ഞൊരു തമിഴ് സിനിമ, രാജേഷ് ക്രൗൺ എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ
അത് നമ്മളെ ഒരു സുഹൃത്താണ് എന്റെ ഡയറക്ഷൻ. പിന്നെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന വില്ലേജ് ഗൈസ്, അവിടെ ഷൂട്ടിങ്ങിൽ നിന്നാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. അവിടെ പാട്ട് സീൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് സുന്ദർദാസിന്റെ സിനിമ റബേക്ക ഉതുപ്പ് കിഴക്കേമല്ല, അഗസ്റ്റിൻ, സായി ചേട്ടന്റെ അനിയനായിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പൊ ഇപ്പം രജിസ്റ്റർ ആവുന്ന ക്യാരക്ടേഴ്സൊക്കെ ഇപ്പോഴാണ് ശരിക്കും എനിക്ക് വന്ന് തുടങ്ങിയിട്ടുള്ളത്. മറ്റേത് ഈ പറഞ്ഞ പോലെ ഈ ജയൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു 3-4 സിനിമ വന്നതൊക്കെ ഈ ജയൻ തന്നെ ചെയ്തുകൊണ്ട് നടക്കണമെന്നുള്ളത്. അപ്പൊ ഞാൻ ആ ഒരു ഡിസിഷൻ എടുക്കാതിരുന്നത് കൊണ്ട് ഈ പറഞ്ഞ പോലെ TV മീഡിയയിൽ ഞാൻ അങ്ങ് ഇൻവോൾവ് ആയി. പിന്നെ സ്റ്റേജും ഉണ്ടായിരുന്നു. ഈ ഒരു ടൈമിൽ നമ്മളൊരു തരംഗം ഉണ്ടാക്കിയ സമയമായിരുന്നു അത്. ആ ഒരു ടേക്ക് ഓഫിൽ അങ്ങനെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകുന്നു. പിന്നെ കൂടുതൽ സിനിമയിൽ ഞാൻ അന്വേഷിച്ച് നടന്നതുമില്ല. ഈ പ്രോഗ്രാം കഴിയുമ്പോൾ തന്നെ നമുക്ക് സമയം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ശരിക്കും ഇതിനകത്ത് ശ്രദ്ധിക്കാൻ പറ്റാത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. മിമിക്രി കൂടുതലും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ ഏതെങ്കിലും ഒരു റോള് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാതെ അത് സ്വാധീനിക്കാറുണ്ടോ? ഈ ഇമിറ്റേറ്റിംഗിന്റെ സംഭവം ഞാന് ഇപ്പം എന്റെ മുഖത്തിന്റെ എക്സ്പ്രഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ ഒരു ഇന്നസെന്റ് ആയിട്ടെന്റെ ഒരു എക്സ്പ്രഷൻസ് ഒക്കെ വരാറുണ്ട്. ചില റിയാക്ഷൻസ് ഒക്കെ കാണിക്കുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അവര് പറയാറുണ്ട്. അപ്പൊ അത് നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാ ഈ മിമിക്രി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റുകൾക്കെല്ലാം ആ ഒരു ഇത് ഉണ്ടാവുള്ളൂ. ലാലേട്ടനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് പിന്നെ നമ്മള് ഒരുപാട് പിന്നെ ആർട്ടിസ്റ്റുകളെ ഇമിറ്റേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരെണ്ണത്തിൽ സ്റ്റിക്ക് ഓൺ ആവത്തില്ല. അപ്പൊ ഇതെല്ലാം കൂടെ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്ന് പറയാം. അങ്ങനെ ഒരു പേഴ്സണാലിറ്റി. ഇപ്പൊ ഞാൻ സിനിമയിൽ പാട്ട് ഒരെണ്ണം പാടി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിനകത്ത് പാട്ട് ഞാൻ എന്റെ വോയിസിലാണ് ആ പാട്ട് പാടിയത്. അപ്പൊ ഞാൻ പാട്ടുകാരെ ഇമിറ്റേറ്റ് ചെയ്ത് പാടാറുണ്ട്. അപ്പൊ ആ പാട്ടുകാരെ ഇമിറ്റേറ്റ് ചെയ്ത് പാട്ട് പാടുമ്പോൾ നമുക്കിങ്ങനെ വരുമോ എന്നുള്ളൊരു ടെൻഷൻ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ റെക്കോർഡ് ചെയ്തപ്പോഴത്തേക്ക് വോയിസ് എനിക്ക് എന്റേതായ ഒരു ശൈലിയിൽ കിട്ടി. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊരു പണിക്ക് പോകാൻ പറ്റത്തില്ല. ഈ ഒരു പണി തന്നെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ വർക്കൊന്നുമില്ലേ, അതെല്ലാം അങ്ങനെയാണ് ചോദിക്കുന്നത്. എല്ലാം നമുക്ക് ഒന്നും ഇല്ലേന്ന് ചോദിക്കാനാണ്, തളർത്തുന്നതാണത്. ഇപ്പൊ ഒന്നും കാണുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പം പറയും നമ്മള് എന്നെ തന്നെ കാണാൻ വേണ്ടി ഇരിക്കുകയാണോ എന്ന് ഞാൻ ചോദിക്കും. അത് മാത്രമല്ലേ, നമ്മളിപ്പോ 29 ദിവസം ജോലി ചെയ്തിട്ട് വീട്ടിൽ വന്നാലും 30ാം ദിവസം നമ്മളെ കണ്ട ഇപ്പൊ പണിയൊന്നുമില്ല, ഇപ്പൊ സിനിമയൊന്നുമില്ലേ എന്ന് ചോദിക്കും. പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ല അത്. നമ്മള് ഒരു നല്ലൊരു നമ്മളെ വളർച്ച ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇപ്പം പുതിയതേതാണ് വർക്ക് എന്ന് ചോദിക്കാൻ ഞാൻ പലയിടത്തും പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത്. ഇപ്പൊ ട്രെയിനിൽ വെച്ച് നമ്മുടെ അടുത്ത് ഒരാള് ഇങ്ങനെ ഒരു പേപ്പറൊക്കെ വായിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം ഞാനവിടെ വന്നിരുന്നപ്പോ എന്റെ കൂടെ കുറെ അവിടെ കോളേജ് സ്റ്റുഡൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഹലോ ചേട്ടാ ഒരാളെ കൊണ്ടോ അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോയിട്ട് പുള്ളി കുറച്ച് എന്ത് ചെയ്യുന്നു എന്റെ അടുത്ത് ചോദിച്ചത്. എന്റെ അടുത്ത് വന്നിട്ട് അവര് ഇതൊക്കെ സംസാരിച്ചു. എന്നിട്ട് എന്ത് ചെയ്യുന്നു ഞാൻ പറഞ്ഞു ഞാൻ ഉള്ളിക്കച്ചവടമാണ്, ഈ തമിഴ്നാട്ടിൽ നിന്ന് ഉള്ളി എടുക്കാനായിട്ട് പോവുകയാണ്. അത് ശരിക്കും തമിഴ്നാട്ടിൽ പോകുന്നൊരു വണ്ടിയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഉള്ളി എടുക്കാൻ വേണ്ടി. അപ്പൊ അയാൾക്ക് മനസ്സിലായി കളിയാക്കിയതാണ്. നമ്മളെ ആക്കിയപ്പോ നമ്മൾ തിരിച്ച് അങ്ങോട്ട് നമ്മളും ആ ഒരു ഹ്യൂമർ സെൻസിൽ ഇട്ട് കൊടുത്തു. പുള്ളി പിന്നെ പത്രം വായനയിലേക്ക് തിരിച്ചു പോയി. പിന്നെ പുള്ളി മിണ്ടിയില്ല. അല്ല അത് സത്യമാണ്. അത് പിന്നെ ഞാൻ പലപ്പോഴും രാവിലെ ഒരു 6 മണിക്കൊക്കെ അമ്പലത്തിൽ കയറിപ്പോഴേ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോ ഇന്ന് ഡബ്ബിംഗ് ഇല്ലേ, അപ്പൊ ഞാൻ നേരം വെളുത്തല്ലേ ഉള്ളൂ, ദിവസം തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പൊ ഇവരുടെ വിചാരം ഇവരെന്ത് ഉദ്ദേശിച്ചാ നമ്മൾ 6 മണിക്കേ അങ്ങ് ഡബ്ബിംഗ് തിയേറ്ററിൽ കയറുമെന്നാണോ? അത് വല്ലാതെ നമ്മളെ അവർക്ക് വേറൊന്നുമല്ല, ഇവര് പാവങ്ങളാണ്. ഇവർക്ക് ഒന്നും ചോദിക്കാൻ ഇല്ലാത്തത് കൊണ്ട് ചോദിക്കുന്നതാണെന്ന് ഞാൻ എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി. ഞാൻ ഇന്നലെ ഷൂട്ടിങ്ങിന് അവിടെ നിന്നപ്പോഴത്തേക്ക് ഒരാള് വന്നിട്ട് ബൈക്കിനോട് വന്നിട്ട് ഈ ബൈക്ക് ഞാൻ കൊടുക്കാൻ പോവാണ്, എത്ര രൂപയ്ക്ക് എടുക്കാൻ പറ്റുമെന്ന്. ഞാൻ അപ്പം എന്റെ കൂടെ ഇരുന്നാണ് പറഞ്ഞ് പുള്ളിക്ക് ബൈക്ക് കച്ചവടമല്ല, പുള്ളി സിനിമയിൽ അഭിനയിക്കാൻ വന്നിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇത് പുള്ളിയുടെ എന്നിട്ട് ക്യാമറാമാൻ അവിടെ ഇരുന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാൻ. ഈ ബൈക്കിന്റെ കാര്യം പുള്ളി ഞാൻ 42,000 രൂപയ്ക്ക് പണിഞ്ഞ വണ്ടിയാണ്. അപ്പൊ പറഞ്ഞ് നിങ്ങളിത് പണിഞ്ഞെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണോ ഇവിടെ വന്നത്? അപ്പൊ പുള്ളിയുടെ ബേസിക്കലി എന്ത് പറയണം എന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് നമുക്ക് ഇപ്പോഴും ഉണ്ട്. നമ്മളെ സീനിയർ ആർട്ടിസ്റ്റുകളെ കാണുമ്പോൾ നമ്മൾ ഒരു വാക്ക് ചോദിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഇവരുടെ അടുത്ത് ചോദിക്കാൻ ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി നമ്മള്
മറ്റേ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. സുഖാണോ, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ അതൊക്കെ അത് ആദ്യമൊക്കെ നമ്മൾ വർക്ക് എന്ന് ചോദിക്കുന്നതിന് പകരം എന്ത് വർക്കൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മളപ്പോ തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അത് തെറ്റായ ഒരു ചോദ്യമാണ്, ആ ശൈലി ശരിയല്ലല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ മാറ്റി പിടിക്കുകയായിരുന്നു ആ സംഭവം. നമുക്കേ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. ബാക്കി നാളെ തുടരാം.